ഭാഗ്യത്തിന്റെ ലക്ഷ്മിയും മധ്യാഹ്നത്തിന് ഇതാണ് ശരിയായ സമയം. ഇപ്പൊ ചെന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിക്കുന്നതായിരിക്കും. മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ടായിരിക്കും സാറേ ഓഡിയോ വാമപ്പ് ആയില്ല. ആയില്ലേ? ഇപ്പൊ ചെറുതായിട്ടായി വരുന്നുണ്ട്. ഇനിയിപ്പോ ആയിക്കോളും. അങ്ങനെ 2 മിനിറ്റ് വിളിക്കാൻ തോന്നുന്നു. എല്ലാ പ്രാവശ്യം അങ്ങനെ ശരിയാകും. തുടങ്ങിയപ്പോ തീരെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നോ? സൈനാവത് പറഞ്ഞൊന്നും കേട്ടില്ല. കേട്ടില്ല? കേൾക്കാനില്ല. തീരെ വളരെ വളരെ ഫെയിൻ. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം 38. ദശമസ്കന്ധം 87 അധ്യായം 38 ശ്ലോകം. ഭജതി പരൂപതം തന്നുപേദഭഗാം ത്വമുദജഹാപി താമഹേദിവ ത്വചമത്തമഗോ മഹത്വമീയത്തെ സഗുണിതേ അപകിനേയഭഗ സഹ യത് അജയ തു അജാം അനുഷയീത. യത് അജയ തു അജാം ത്വജാം അനുഷയീത. സഹത്തു അവനാകട്ടെ. ഇത് അജയ യാതൊന്നു കാരണവശാൽ മായഹേതുവായിട്ട് യത് അജയ അനുഷയീത ആലിംഗനം ചെയ്യുക. അനുഷയീത അജാം അനുഷയീത അവിദ്യയെ ആലിംഗനം ചെയ്യും. സഹ യത് അജയാത്തു അജാം അനുഷയീത ഗുണാംശ്ച യുഷൻ ഗുണങ്ങളെയും സേവിച്ചുകൊണ്ട് ഭജതി ഭജിക്കുന്നു പരൂപതാം രൂപത്തോടുകൂടിയ തദനു മൃത്യു അപേതഭഗ അനന്തരം മൃത്യുവിനെ മരണത്തെ അപേതഭഗ അപേതമായ ഭഗത്തോടു കൂടിയവരായിട്ട് ഇല്ലാത്ത പൊയ്പോയ ഐശ്വര്യത്തോടു കൂടിയവനായിട്ട് ത്വം ഉത ജഹാഫി അങ്ങാവട്ടെ അല്ലെങ്കിൽ ജഹാഫി ഉപേക്ഷിക്കുന്നു. താം അഹിരിവത് വചം ആപ്തഭഗ താം അതിനെ ആ മായയെ അഹിരിവ പാമ്പ് എന്ന പോലെ ത്വചം പാമ്പ് തൊലി ഉരിയുന്നത് പോലെ പാമ്പ് അതിന്റെ തോല് ഉരിഞ്ഞു മാറ്റുന്നത് പോലെ അഹിരിവത്വചം ആപ്തഭഗ ആപ്തമായ സ്വീകരിക്കപ്പെട്ട ഐശ്വര്യത്തോടു കൂടിയ അങ്ങാകട്ടെ സർപ്പത്തെ പോലെ തോല് ഉരിഞ്ഞ് പുറത്തേക്ക് ഈ തോല് അതിനെ ബാധിക്കുക.
ഐശ്വര്യത്തിലെ മഹീഷയെ പൂജിക്കുന്നു. അഷ്ടഗുണിതേ അപരിമേയ ഭഗ, അപരിമേയമായ ഭഗത്തോടു കൂടിയവൻ ഇത്രയുണ്ട് ഭാഗ്യം എന്ന് നിശ്ചയിക്കാനാവാത്ത ഐശ്വര്യത്തോടു കൂടിയാണ്. അഷ്ടഗുണിതേ 8 വിധത്തിലിരിക്കുന്ന ഐശ്വര്യത്താൽ, അഷ്ടൈശ്വര്യത്താൽ മഹീയത്തെ പൂജിക്കുന്നു. ആദ്യത്തെ 2 വരികൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറയുന്ന മറുപടി ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, മറ്റേ പിന്നെ മനസ്സിലാവും. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിച്ചിട്ട് ഉത്തരത്തിലേക്ക് കടന്നാൽ കുറച്ച് എളുപ്പമായിരിക്കും. മുമ്പ് പറഞ്ഞ 2 ശ്ലോകങ്ങളുടെ ആശയം സത്തിൽ നിന്നും അസത്തുണ്ടാകുന്ന വിഷയത്തെ കുറിച്ചായിരുന്നു ചർച്ച. അങ്ങനെ എന്തായാലും സത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് സ്ഥാപിച്ചുകൊണ്ടുള്ള മുഴുവൻ. അങ്ങനെ ഈ പ്രപഞ്ചം സത്തിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം അസത്ത് തന്നെയാണ്, മിഥ്യ തന്നെയാണ്. മുമ്പ് 2 ഉദാഹരണങ്ങൾ കൂടി അവർ സ്ഥാപിച്ചതാണ്. അങ്ങനെ സമ്മതിച്ചാൽ സത്തിൽ നിന്നുമാണ് അസത്തായി പ്രപഞ്ചം ഉണ്ടായത്, ഈശ്വരിൽ നിന്നാണ് അസത്തായി പ്രപഞ്ചം ഉണ്ടായത് എന്ന് സമ്മതിച്ചാൽ ആ സത്തായ ചൈതന്യത്തിന് ഈ അസത്തായ പ്രപഞ്ചത്തോട് ഒരു സംബന്ധമുണ്ടാവില്ലേ? ഒന്നാമത്തെ ആശങ്ക അവിടെയാണ്. ഈ പ്രപഞ്ചം അസത്താണല്ലോ. ഇല്ലാത്ത ഒന്നിനോട് എങ്ങനെ സംബന്ധം ഉണ്ടാകാൻ പറ്റും? ഈശ്വരൻ എന്ന സത്തിന് അസത്തായി പ്രപഞ്ചവുമായിട്ട് എങ്ങനെ സംബന്ധം ഉണ്ടാകാൻ പറ്റും? അസത്ത് ഇല്ലാത്തതല്ലേ. ഇല്ലാത്ത വസ്തുവിനോട് എങ്ങനെ സംബന്ധം ഉണ്ടാകുന്നത്? ഇതാണ് ഒന്നാമത് ഉന്നയിക്കുന്ന ചോദ്യം. അങ്ങനെ ആയാൽ ഈശ്വരന് ചൈതന്യവത്തായ പ്രപഞ്ചത്തിനോട് ബന്ധമില്ല എന്നാണ് വരുന്നെങ്കിൽ, ചൈതന്യത്തിന്റെ അംശമാണ് എന്ന് പറയുന്ന ജീവന് ദുഃഖത്തിന് അവകാശങ്ങൾ ഉണ്ടായി. ജീവൻ എങ്ങനെ ദുഃഖിക്കും? ദുഃഖാവസ്ഥ ജീവനുണ്ടാവുമല്ലോ. കാരണം അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമല്ലേ? അല്ലേ? ആ ചോദ്യം മനസ്സിലാകാൻ നമുക്ക് 2 പേരും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആ ചോദ്യത്തിലുള്ള പ്രസക്തി. പരമാത്മാംശമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ദുഃഖം ഉണ്ടാകുന്നത്? അതെ, പാടില്ല. നമ്മളതിന്റെ ഒരു അംശമാണ്. നമുക്ക് ദുഃഖത്തിന് അവകാശമില്ലല്ലോ. ന്യായമായിട്ടുള്ള ചോദ്യം. പ്രപഞ്ച സംബന്ധം നിമിത്തമാണ് ജന്മമരണം ജീവനുണ്ടാകുന്നത്, അത് ഉറപ്പാണ്. പക്ഷെ ഈ പ്രപഞ്ചം അസത്താണെങ്കിലോ? പ്രപഞ്ചം ഇല്ലെന്നൊരു ഈ സംസാര ബന്ധമാണോ? ഇല്ലല്ലോ. അസത്താണെങ്കിൽ ആദ്യം പറഞ്ഞതും തെറ്റാണ്. കാരണം അസത്തായിട്ടുള്ളതിന് അസത്തുമായിട്ട് ബന്ധം ഉണ്ടാകാനും പാടില്ല, ഉണ്ടാകാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചമായിട്ട് ഒരു ബന്ധമില്ല. ഈ പ്രപഞ്ചത്തിലെ ജന്മമരണങ്ങളാകുന്ന ദുഃഖമൊന്നും ആരെ ബാധിക്കത്തില്ല, നമ്മളെ ബാധിക്കില്ലല്ലോ. ബാധിക്കാൻ പാടില്ലല്ലോ. ഗഹമായ ഒരു ചോദ്യമാണ്. നമ്മളിങ്ങനെ കാത്തിരുന്ന ചോദ്യമാണ്. നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പൂർവപക്ഷം എന്താ പറയുക ആശങ്ക ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ചോദ്യം പറയാതെ ശ്ലോകം മനസ്സിലായത്, അവളെ ഞാൻ ഇങ്ങനെ വിസ്തരിക്കാൻ പുറപ്പെട്ടതുകൊണ്ട്. അപ്പൊ ജീവനെ അപേക്ഷിച്ചിട്ടല്ലേ ഈശ്വരൻ നിത്യമുക്തൻ എന്നൊക്കെ പറയുന്ന. ജീവനേക്കാൾ ഈശ്വരൻ നിത്യമുക്തനാണ്. ജീവൻ അതല്ലതാനും. ജീവൻ എപ്പോഴും എന്താണ്? ഈ മുക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. പക്ഷേ ഈശ്വരൻ നിത്യമുക്തനാണെന്നാണ് പറയുന്നത്. സംസാര ബന്ധമില്ലെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്തിനാ ഭേദം? സംസാര ബന്ധം ഇല്ല ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ പിന്നെ ഞാനും നമ്മളും ജീവനും ഈശ്വരനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എന്തിനാണ് ഭേദം? നാസ്തികന്മാര് പറയുന്നതിനോട് നമ്മള് അതെ, ഞാൻ വേറെ ഈശ്വരൻ വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അഭേദം സിദ്ധമാണെങ്കിൽ
ആ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദത്തിന് ആവശ്യം എന്തിനാ? അതെ. അത് ആവശ്യമില്ല. കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദവും എന്തിനാ എന്നിങ്ങനെയുള്ള കുറെ ആശങ്കകൾ. കർമ്മങ്ങളുടെ എല്ലാം ഉദ്ദേശം പരവുമായിട്ട് മുക്തി പ്രാപിക്കുക, മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ പ്രപഞ്ചം മിഥ്യാണെങ്കിൽ അവിടെ കർമ്മമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ഇല്ല, സംസാര ബന്ധമില്ല, ഒന്നുമില്ല, മുക്തിയും അവരുടെ ആവശ്യമില്ല എന്നിങ്ങനെയുള്ള കുറെ ആശങ്കകൾക്ക് പരിഹാരം ഈ ശ്ലോകം കൊണ്ട് തീർക്കാൻ ഉദ്ദേശിക്കുക. പ്രകടനമാണ് നോക്കുള്ളൂ ഇതിന്റെ ഈ ആശങ്കയുടെ ഉത്തരം. ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരത്തിന്റെ പശ്ചാത്തലം കൂടെ പറഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് പോവാം. നമ്മളൊരു ഉപനിഷത്തിൽ പഠിച്ചാണ് ദ്വാ സുപർണ ഫൈജു സുഖായു സമാനം വൃക്ഷം പരിഷുജാതേ തയോരേക പിപ്പലം സ്വാതുതത്തി അനസ് അന്യോഭിചാകശീതി എന്ന് ജീവാത്മത്തെ കാണിച്ചു. ഒരു വൃക്ഷത്തിലിരിക്കുന്ന രണ്ട് പക്ഷികൾ പോലെയാണെന്ന്. അതില് ഒരാള് അതിന്റെ ഫലം ഭക്ഷിക്കുന്നില്ല, മറ്റേയാള് അത് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, ആസ്വദിച്ചു. എന്നിങ്ങനെ ഒരു അന്യാപദേശ രൂപത്തിൽ ഒരു കഥ ഉപനിഷത്ത് നാം ബോധ്യപ്പെടുത്താണ്. അവിടെ യഥാർത്ഥമായ ബ്രഹ്മസ്വരൂപവും ജീവനും തമ്മിലുള്ള ഭേദത്തെ നന്നായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരേ വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ, ഒന്ന് എന്റെ ഫലം ഭക്ഷിക്കുന്നു, മറ്റേത് നോക്കി കാത്തിരിക്കുന്നു, അതിനൊന്നും ബാധിക്കത്തില്ല. കാരണം ജീവൻ അവിദ്യാസക്തനായി ഭവിക്കുന്നത് കൊണ്ടാണ് അവിദ്യാകാര്യങ്ങളായ ദേഹേന്ദ്രിയങ്ങളെ ഞാനെന്ന് തെറ്റിദ്ധരിച്ച് അവയുടെ ധർമ്മങ്ങളായ ക്ഷീണിക്കൽ, നന്നാകൽ, തളരൽ, പുഷ്ടി പ്രാപിക്കൽ മുതലായവ മറയ്ക്കപ്പെട്ട സ്വരൂപാനന്ദത്തോടു കൂടിയവനായിട്ട് ഈ സംസാരത്തെ അനുഭവിക്കുന്നു. പുണ്യപാപങ്ങളായിരിക്കുന്ന സംസാരം, ജന്മമരണരൂപമായിരിക്കുന്ന സംസാരത്തെ പ്രാപിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് ഈ ജന്മമരണരൂപമായ സംസാരത്തെ പ്രാപിക്കുന്നത്. ജ്ഞാനം ലഭിച്ചാൽ അതുണ്ടാവുകയില്ല. ഈ പ്രപഞ്ചത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജ്ഞാനം നേടിയ എത്രയോ ഋഷിമാരായ സജ്ജനങ്ങൾ ഇതൊന്നും അനുഭവിക്കുന്നില്ലല്ലോ. മറ്റേ പക്ഷിയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇവിടെ എല്ലാരും ഇത് അനുഭവിക്കുന്നില്ലല്ലോ. സംസാരബന്ധനം, ഈ മുക്തി, ഖേദം, വിഷമം ഇതൊന്നും ആർക്കും ഇല്ല, എല്ലാവർക്കും ഇല്ലല്ലോ. ചിലർക്കല്ലേ ഉള്ളൂ. ഇല്ലാത്ത എത്ര പേരുണ്ട്? അപ്പം ഇതൊക്കെ അനുഭവിക്കുന്നതിന് സാക്ഷിയായിട്ടിരിക്കുന്നുള്ളൂ, അവരെ ഇത് ബാധിക്കത്തില്ല. അപ്പൊ പിന്നെ ഈ സത്തിൽ നിന്നും അസത്തായ പ്രപഞ്ചമുണ്ടായാലും പ്രപഞ്ച അനുഭവങ്ങൾ ഈ സത്തായ ഇതിനെ ബാധിച്ചോന്ന് ബന്ധമില്ല. അപ്പൊ ഇവിടെ ഇപ്പം ശ്രുതിവാക്യത്തെ കടമെടുക്കാണ്, അവലംബിച്ചാണ് ഇത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപനിഷത്ത് വാക്യം, ശ്രുതിയുടെ പശ്ചാത്തലത്തിലാണ് ഉപനിഷത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വേദത്തിന്റെ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉപനിഷത്ത് ഒരു അന്യാപദേശം എന്നുള്ള മട്ടിൽ ഒരു കഥ പറഞ്ഞിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുക ഉപനിഷത്ത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപനിഷത്ത് പഠിച്ചുകൊണ്ടത് പറഞ്ഞ, അപ്പൊ നമുക്കൊന്നും എളുപ്പമായി അങ്ങോട്ട് കയറാൻ. അപ്പൊ വാസ്തവത്തില് ഈ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ജന്മമരണങ്ങളാകുന്ന ധർമ്മത്തെ അത് പ്രാപിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ് മാത്രമാണ്. അതില്ലെങ്കിൽ അതുണ്ടാവില്ല. വിജ്ഞാനികൾക്ക് ഇത് ബാധിക്കത്തില്ല. അവരും ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. ഇതേ വൃക്ഷത്തിൽ തന്നെയാണ്, ഈ വൃക്ഷമാകുന്ന പ്രപഞ്ചത്തിൽ തന്നെയാണ് ജ്ഞാനികൾ ജീവിക്കുന്നതും അജ്ഞാനികൾ ജീവിക്കുന്നതും. അജ്ഞാനികൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജ്ഞാനികൾ ഇതൊന്നും അനുഭവിക്കുന്നില്ല. സമാന വൃക്ഷം പരിഷത്തില്ല. എത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ശരീരത്തിന്റെ കൃശതയും പുഷ്ടി പ്രാപിക്കലും വണ്ണം കൂടുതലും ക്ഷയവും ഇതൊക്കെ ജീവാത്മാക്കളാണ് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. സത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞ് ഒരാൾക്ക്
ശരീരബന്ധമില്ലാത്തത് കൊണ്ട് അയാളെ ഇതൊന്നും ബാധിക്കത്തില്ല. ആനന്ദഘനമായ ചൈതന്യമാണ് ഞാൻ എന്നുള്ള ആ പരമാർത്ഥം മറക്കുമ്പോഴാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുക. ഇത് മറക്കാതിരിക്കുന്ന ഋഷിമാർക്ക് അനുഭവം ഉണ്ടാകുന്നില്ല, ഖേദമേ ഇല്ല. നമുക്കല്ലേ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് ദുഃഖമൊന്നുമില്ലല്ലോ, അവർക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. ആ നിലയിൽ എത്തിയെങ്കിലേ ഈ മിഥ്യാബോധം എത്താം എന്നെ പറയാ. അങ്ങനെ എത്തിയവരൂടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ മിഥ്യായ പ്രപഞ്ചം അനുഭവിക്കും. അതാണ് യത് അജയാത്തു അജാം അനുഷയീത ഗുണാംശജുഷൻ, ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, ത്രിഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അജയോട് ചേർത്ത്, അജയെ ആലിംഗനം ചെയ്തുകൊണ്ട് അജയോട് ചേർന്ന് ഈ പ്രപഞ്ചത്തെ ഭജതി, അജ്ഞാനത്തോടു കൂടി ചേർന്ന് ഈ പ്രപഞ്ചത്തെ ആശ്രയിക്കുന്നു. അപ്പൊ സ്വരൂപത, അപ്പോൾ ഈ പ്രപഞ്ചത്തിന് സമാനമായ രൂപത്തെ തന്നെ പ്രാപിച്ചിട്ട് മൃത്യും അഭേദഭഗ. അങ്ങനെ വരുമ്പോൾ അഭേദഭഗനായി ആനന്ദരഹിതനായിട്ട് സംസാരത്തെ തന്നെ പ്രാപിക്കും. സാറേ, അവിടെ ഇപ്പൊ സ്വരൂപതാം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ആ വൃത്തിയെയാണോ? അതെ, കാരണം വാസ്തവ രൂപമില്ലാത്തതാണല്ലോ ഇത്. അതെ അതെ അതെ. അപ്പൊ ഒരു രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് എന്താ, അഭേദഭഗമായ മൃത്യുവിനെ പ്രാപിക്കുന്നു. ആനന്ദരഹിതനായിട്ട് തീരുന്നു നമ്മൾ, അഭേദഭഗനായി. എന്നിട്ട് സംസാരത്തെ ഭജതി, പ്രാപിക്കുന്നു, ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണെന്നുള്ള മുമ്പത്തെ ചോദ്യങ്ങൾക്ക് മറുപടിയാണിത്. നോക്കൂ, ഈ പൂർവപക്ഷം പറഞ്ഞില്ലെങ്കിൽ ഈ ശ്ലോകം എങ്ങനെയാണ് മനസ്സിലായത്? അത് അത്രയും വിസ്തരിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പൊ എളുപ്പം മനസ്സിലായി. സഹ യത് അജയാതു അജാമനുഷയീത ഗുണാംശജുഷൻ സ്വരൂപതാം ഭജതി തദിനോർത്യം അഭേദം. അപ്പം അജാം അനുശയീതനായിട്ട് ഗുണങ്ങളെ സേവിച്ചിട്ട് സ്വരൂപതയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് അഭേദഭഗനായിട്ട് മൃത്യു ഉണ്ടാകുന്നു. അതുകൊണ്ട് അഭേദഭഗനായിട്ട് മൃത്യു വരും. ശരി 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 ശരി. അപ്പൊ ആദ്യത്തെ രണ്ടുപേരും ഇത് ആദ്യത്തെ രണ്ടുപേരും മനസ്സിലാകണമെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം എത്താൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ച് മുമ്പത്തെ സ്വഭാവമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കലാണ്. ശാസ്ത്രം പഠിക്കുന്ന പോലെ വേണം ഇത് പഠിക്കാൻ, എന്നാലേ ഇത് മനസ്സിലാവും. അതെ അതെ അതെ. വാച്യാർത്ഥത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, ഒട്ടും പറ്റിയല്ല. വെറും ആദ്യം ഞാൻ ഇതിന്റെ വാച്യാർത്ഥം ഇവിടെ പറഞ്ഞു പോയതാണ്, പക്ഷെ ആർക്കും വാച്യാർത്ഥം പറഞ്ഞിട്ടൊന്നും ആവില്ല, മനസ്സിലായില്ല. അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഈ പശ്ചാത്തലം എന്താണ് പൂർവപക്ഷിയെ രംഗത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞ് രണ്ടാമത് ഈ ശ്ലോകം വായിച്ചപ്പോ കുറച്ചുകൂടിയായി. അതുകൊണ്ട് ജീവന്റെ ഈ മോഹത്തെ മാറ്റിയിട്ട് യഥാർത്ഥമായ സ്വരൂപത്തെ ധരിക്കാൻ വേണ്ടുന്ന മാർഗം അത് ഉറപ്പിക്കുന്ന തന്നെ കർമ്മകാണ്ഡത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് അത് ഉറപ്പിക്കുന്നത്. ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഒരാൾ ചണ്ടാളന്മാരുടെ പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ആ സംഘത്തിൽ ചേർന്ന് ആ ചണ്ടാളന്മാരെ അനുകരിക്കുന്നത് പോലെ, ഒരു ഉദാഹരണം പറയാം. ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ, വാസ്തവത്തിൽ സത്യസ്വരൂപനായ ഈശ്വരസത്തയാണ്. പക്ഷെ അയാൾ അതിനെ വിട്ടു. എന്നിട്ട് അജ്ഞാനം കൊണ്ട് ചണ്ടാലകുലത്തിൽ ചേർന്നിട്ട് ചണ്ടാലകുലത്തെ ഓരോ തൊഴിലുകളും വൃത്തികളും പ്രവൃത്തികളും സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ദുഃഖിക്കുക, തന്നെ ദുഃഖിക്കുക എന്നിങ്ങനെ ഓരോന്ന് സ്വീകരിച്ച് നടക്കുന്നത് പോലെ, നമ്മുടെ അജാമളനെ പോലെ.
പോലെ. ഒരു ഉദാഹരണം കൂടെ ആയപ്പോ ഒന്നുള്ളതായില്ലേ? അതെ അതെ അതെ. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അനുഭവത്തെ. ചൈതന്യസ്വരൂപവും ആനന്ദഘനവുമായ ആത്മാവ് അവിദ്യാസംബന്ധം കൊണ്ടാണ് തന്റെ സ്വരൂപത്തെ മറന്ന് ദേഹാദിധർമ്മങ്ങളെ അംഗീകരിക്കുന്നത്. അതാണ് ജീവത്വം. അതല്ലേ ശരി? താൻ ആരാണെന്നുള്ള സത്യം മറന്നു. എന്തുകൊണ്ട്? അവിദ്യാസംബന്ധം കൊണ്ട്, ആ സ്വരൂപത്വം കൊണ്ട്. അപ്പൊ തന്റെ രൂപത്തെ മറന്നിട്ട് ദേഹാദികളായ ധർമ്മങ്ങളെ അംഗീകരിക്കുന്നു ജീവത്വം. അതാണ് മിഥ്യാഭൂതമായ പ്രപഞ്ചം. നിദ്ര നശിക്കുന്നവരെ സ്വപ്നം സത്യമല്ലേ? ആണല്ലോ. അതെ. അതുപോലെ ഉള്ളൂ ഇത്. അവിദ്യ നശിക്കുന്നത് വരെ ഇത് നിലനിൽക്കുന്നത് കൊണ്ട് പാരമാർത്ഥികമായ സത്ത ഇല്ലെങ്കിലും വ്യാവഹാരിക സത്തയുടെ സംബന്ധം കൊണ്ട് ജീവന് സുഖദുഃഖ രൂപങ്ങളുടെ ബന്ധം ഉണ്ടാവുകയാണ്. സുഖദുഃഖങ്ങൾ വാസ്തവത്തിൽ സത്യമല്ലല്ലോ, അത് സ്വപ്നം പോലെയല്ലേ. വ്യാവഹാരിക സത്ത മാത്രമല്ലേ അതിനുള്ളൂ. ഏതുപോലെയാണ്? സർപ്പം തന്റെ തോല് മാറ്റിക്കളയുന്നത് പോലെ. അതാണ് അടുത്ത വരിയിലെ ഉദാഹരണം. ജഹാഫിത്താം അഹിതിവത്വം ആത്തഭഗോ. പാമ്പ് പടം പൊഴിക്കില്ലേ? അതുപോലെ എന്ത് ചെയ്യണം? അവിദ്യ ഉപേക്ഷിക്കണം. ഇത്രയും നാള് പാമ്പിൽ ശരീരം കൊണ്ടല്ലേ നടന്നേ. അതെ, എന്ത് ചെയ്തു? തന്റെ അഗതി അതുപോലെയുള്ള അതിനെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അത് പോയി പാമ്പ് പോയി. ഇതുപോലെ അവിദ്യയെ ഉപേക്ഷിക്കണം. അവിദ്യയോട് ചേർച്ചയില്ലാത്തത് കൊണ്ടാണ് ഐശ്വര്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നുമില്ല. കാരണം അതിൻ്റെ തോലിന് ഈ തോൽ ഉരിഞ്ഞു കളഞ്ഞിട്ട് പോയിട്ട് അതിനൊരു കുറവുമില്ല. അതിന് പിന്നെയും എഴഞ്ഞു പോവാം, യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അയ്യോ, ഈ തോലെല്ലാം ഉരിഞ്ഞു കളഞ്ഞപ്പോ ഞാൻ ഈ മണ്ണിലേക്ക് തൊട്ടാൽ എനിക്ക് നോവില്ലേ? ഇതൊന്നും ആർക്കില്ല, പാമ്പനില്ല. നിമിഷങ്ങൾക്കകം അത് പഴയ പോലെ എഴഞ്ഞു പോവുകയും ചെയ്യും. തന്റെ ഫലസിദ്ധമായ ആ ത്വക്കിന് ഒരു കുറവില്ല. ഇതുപോലെയാണ് ഐശ്വര്യത്തിന് ഒരു കുറവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് സംസാരത്തെ നിന്തിരുവടി അങ്ങയ്ക്ക് അങ്ങ് മാത്രം സംസാരത്തെ പ്രാപിക്കുന്നുമില്ല. കാരണം ഇത് ആരെയും ബാധിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും പരമൈശ്വര്യത്തോടു കൂടി അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ ഐശ്വര്യം അഷ്ടൈശ്വര്യത്തോടു കൂടി ചേർക്കണം. അത് എത്രയാണെന്ന് ആർക്കും നിശ്ചയിക്കാനും പറ്റത്തില്ല. അഷ്ടഗുണിതേ അപരിമേയ ഭഗഃ മഹർഷി മഹീയസേ. അഷ്ടൈശ്വര്യം കൊണ്ട് അപരിമേയമായ ഭഗമുള്ള അങ്ങ് തന്റെ മാഹാത്മ്യത്തിൽ മഹീയസേ പൂജിക്കപ്പെടുന്നതായിരുന്നു. മുമ്പത്തെ ചോദ്യങ്ങൾക്ക് ഇപ്പം മറുപടിയായി. അതുകൊണ്ട് ഒരു കുറവുമില്ല, ഒരു പ്രശ്നമില്ല. സത്തിൽ നിന്നും അസത്തുണ്ടായി എന്ന് പറഞ്ഞതിന് ഒരു ബാധയുണ്ടാവില്ല. അതിന് ബാധയുണ്ടാവില്ലേ എന്നാണ് പുരോക്ഷി ചോദിച്ചോണ്ട് വന്നേ. ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സർപ്പം തോലുരിയുന്നത് പോലെ മാത്രമേ ഈ പ്രപഞ്ചത്തെ ആയിട്ടുള്ള ബന്ധമുള്ളൂ. അഥവാ ബന്ധമില്ല. കാരണം ആ ഒരു അവസ്ഥാവിശേഷത്തിലാണ് പരമാത്മതത്വം നിലകൊള്ളുന്നത്. നമുക്ക് അത് തോന്നുന്നില്ല. നമ്മൾ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ദ്വാസുവർണവും എന്നുള്ള ഉദാഹരണം തന്നെ ആദ്യം ആരംഭിക്കുക. നമസ്കാരം സാർ. ഇവിടെ ഈ ശ്ലോകം നമുക്ക് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛേദ എന്നുള്ളത് വരില്ലേ ഇവിടെ? അതും പറയാമല്ലോ. പൂർണ്ണത്തിന് കുറവും ഉണ്ടാവില്ല.
ഇല്ല പൂർണ്ണ. പക്ഷെ ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും ഭഗവാന് കുറവൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ സംശയം ചോദിച്ചത് അനുഭവിക്കുന്നില്ലേ, എന്തിനനുഭവിക്കുന്നു ഇതെന്നായിരുന്നു ചോദിച്ചത്. അനുഭവിക്കുന്ന അജ്ഞാനം കൊണ്ടാണ്, മായ എന്ന അജ്ഞാനം കൊണ്ട് ആണ് ദുഃഖാദികളൊക്കെ അനുഭവിക്കുന്നത്. അത് സത്യമല്ലല്ലോ. കാരണം സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക വ്യവഹാരങ്ങളെല്ലാം തന്നെ അനുഭവവേദ്യമാകുന്നുണ്ട്. അവിടെ ദുഃഖമുണ്ട്, സുഖമുണ്ട്. അതെ, ഈശ്വരൻ ഇതില്ലതാണ്. അപ്പോ ഫത്തിൽ നിന്നുണ്ടായി അഫത്തായ ഉണ്ടാണെങ്കിൽ ഈ ഭേദാഭേദം ഉണ്ടാകാൻ കാര്യമില്ല. എന്തുകൊണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി. അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ളതിന് ശങ്കയ്ക്ക് ആണ് ഈ പറഞ്ഞ, അതായത് പ്രപഞ്ചം എന്ന അസത്തിന് സത്വമായിട്ട് ഏത് വിധത്തിലാണ് ഈ ബന്ധം എന്നുള്ളത്. ഉദ്ദേശമില്ലേ ഒരുവിധം. ഈ ലോകം മുഴുവൻ ഇപ്പൊ ഇങ്ങനെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. നമ്മൾ ഉപനിഷത്തുകളിൽ കൂടെ ഒക്കെ കയറി പോകുന്നത് കൊണ്ട് നമുക്ക് ഇതുമായിട്ടൊക്കെ കുറെ. അതുകൊണ്ട് ഞാൻ ആ ഉദാഹരണം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വിഷയത്തിലോട്ട് വരാൻ എളുപ്പമുണ്ട്. കാരണം ഇത് ഇത്രയും രഘുഗണന്റെ ആത്മാരാമനായിട്ട് നടക്കുന്ന കഥ ഇതിൽ വരുമല്ലോ. അത് അങ്ങനെ പോകുമ്പോ അവർക്ക് ദുഃഖങ്ങളൊന്നും ഇല്ല. എന്ത് ചെയ്താലും ദുഃഖം. അതുപോലെ ഭരതൻ, രഘുഗണൻ ഭരതന്റെ കടകൽ രഘുഗണനോട് പറയുന്നുണ്ട്, രാജാവിനോട് പറയുന്നുണ്ട്. കാരണം ഭരതനെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ. അതെ, ജഡഭരതന്റെ കഥയിൽ വരുന്നത്. ഭരതന്റെ കഥയെ ഇതൊക്കെ അതും ഇതുമായിട്ട് ഒരുപോലെ വരുന്നതാണ്. ജഡഭരതനൊന്നും ബാധിക്കുന്നില്ല. അത് നല്ലൊരു ഉപദേശം, നല്ലൊരു ഭാഗമാണ് അത്. സാറേ, ഇതിലെ മറ്റേ കഥയില്ലേ, സിംഹക്കുട്ടി പിന്നെ ആടിന്റെ കൂട്ടത്തെ ജീവിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സ്വരൂപം മനസ്സിലാക്കാൻ വേണ്ടി കിണറ്റി കൊണ്ടുപോയി അതിന്റെ മുഖം കാണിച്ചു കഴിയുമ്പം സിംഹത്തെ പോലെ അത് ഗർജിക്കുകയും ആടിന്റെ ഇത് മറന്നു പോവുകയും ചെയ്യുന്നത്. അത് തന്നെ ആശയമല്ലേ ഇതും വരുന്നത്? അതൊക്കെ തന്നെ സാറേ, മുണ്ടകോശത്തല്ലേ സാറേ അത് രണ്ട് പക്ഷികളുടെ? അതെ അതെ, മുണ്ടക. ഇപ്പൊ ഇത് ശരിയായല്ലോ ഈ ശ്ലോകം. ക്ലിയർ ആയി സാറേ. മനുഷ്യീതഗുണംശ്ചജുഷൻ ഭജതി സ്വരൂപതാം തദനുമത്യുമപേതഭഗം ത്വമുതജഹാഫിതാമഹിരിവത്വജമാത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയഭഗാം പയദജയാ ത്വജാമനുഷ്യീതഗുണംശ്ചജുഷൻ ഭജതി സ്വരൂപതാം തദനുമത്യുമപേതഭഗം ത്വമുതജഹാഫിതാമഹിരിവത്വജമാത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയഭഗാം പയദജയാ ത്വജാമനുഷ്യീതഗുണാംശ്ചജുഷൻ ഭജതി സ്വരൂപതദനുമത്യുമപേതഭഗം ത്വമുതജഹാഫിതാമഹിരിവത്വജമാത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയഭഗാം. അടുത്ത ശ്ലോകത്തിലോട്ട് കയറട്ടെ. അടുത്തതിലോട്ട് പോകാൻ സാർ, അല്ലെങ്കിൽ അടുത്തത് തീർക്കാൻ പ്രയാസമായിട്ട് വരുത്തില്ല. അതെ അതെ, ഇനി 3 ശ്ലോകങ്ങളേ ഉള്ളൂ. യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജഡാം ദുരധിഗമോ ഫതാം ഹൃദി ഗതോ സ്മൃതകണ്ഠമണി അസുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാത് അനഭിരൂഢപദാത് ഭവതഃ. യദി എങ്കിൽ ന സമുദ്ധരന്തി സമുദ്ധരിക്കുന്നു ഇല്ല എങ്കിൽ, അതിൽ നിന്നും കരകയറ്റുന്നില്ല എങ്കിൽ, യതയഃ ഹി യതിമാർ ഹൃദി കാമജഡാഹ
ഹൃദയത്തിലുള്ള കാമത്തിന്റെ ആശകളുടെ മൂലങ്ങളെ, ജഡവേര, കാമങ്ങളുടെ, വിഷയാസക്തികളുടെ, ആശകളുടെ മൂലത്തെ, വേരിനെ യതിന സമുദ്ധരന്തി, യതിമാർ അവരുടെ ഹൃദയത്തിൽ കാമജടങ്ങളെ ഉദ്ധരിക്കുന്നില്ല എങ്കിൽ, യതിന സമുദ്ധരന്തി യതയോ ഹൃദി കാമജട ദുരധിഗമോ സതാം, ദുരധിഗമം ദുർലഭമായിരിക്കുന്ന, എത്തിപ്പെടാൻ വിഷമമായിരിക്കുന്ന അസതാം അസത്തുക്കൾക്ക് ഹൃദിഗതോ അസ്മൃതകണ്ഠമണി, അവർക്ക് ഹൃദിഗതനാണ്, ഹൃദയത്തിൽ എത്തുന്നവനാണ് അങ്ങ്. അത് ഏതുപോലെയാണ്? അസ്മൃതകണ്ഠമണി, അറിയപ്പെടാതിരിക്കുന്ന കണ്ഠാഭരണത്തെ പോലെ. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ അറ്റത്തെ ലോക്കറ്റ് രത്നമാണെന്ന് അറിയപ്പെടാതെ അത് കൊണ്ടു നടക്കുന്നത് പോലെ. അസ്മൃത കണ്ഠമണി, ഓർമ്മിക്കാത്ത കഴുത്തിൽ കിടക്കുന്ന രത്നം പോലെ. അസുതൃപയോഗിനാം ഉഭയതോപി അസുഖം ഭഗവൻ, അസുക്കളെ, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന യോഗികൾക്ക്, അസുതൃപയോഗിനാം, ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന യോഗികൾക്ക് പോലും, അസുതൃപയോഗിനാം ഉഭയതഃ അപി, രണ്ടുപേരിൽ നിന്നും അസുഖം ഭവതി. ഉഭയതോപി അസുഖം, രണ്ടുപേരിൽ നിന്നും അസുഖത്തെയാണ് ഉണ്ടാകുന്നത്. ഭഗവൻ അനപഗത അന്തകാത് അനധിരൂഢപദാത് ഭവതഃ. അനപഗതാന്തകാത്, അന്തകൻ അനപഗതനാകുമ്പോൾ മൃത്യു വരാതിരിക്കുമ്പോൾ, അകന്നു പോകുന്ന മൃത്യുവിൽ നിന്നും, അനപഗതാത് അന്തകാത് അനധിരൂഢപദാത്, അറിയപ്പെടാത്ത പദത്തോടു കൂടിയ ഭവതഃ, അങ്ങയിൽ നിന്നും ആണ് എന്നുള്ളതൊരു സത്യമാണ്. ഇവിടെ യോഗികളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനില്ലല്ലോ എന്ന് പറയാൻ പുറപ്പെടുകയാണ്. മുകളിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചകഥാനുഭവങ്ങൾ, സത്തിനുണ്ടായ അസത്തിന്റെ അനുഭവങ്ങൾ അജ്ഞാനത്തോടു കൂടിയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജ്ഞാനമുണ്ടായി വിദഗ്ധി സമ്പാദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥമായ സത്യം മനസ്സിലാക്കി ഈശ്വര സത്തെ അറിഞ്ഞ് അതിനെ ഉപാസിച്ചു പോകുന്ന ഒരാള് മൃത്യുവിനെ അതിക്രമിക്കും. അവർക്ക് മൃത്യു വിഷയമേ അല്ല. അന്തകന്റെ ഭയം അവർക്കില്ല. കാരണം അന്തകൻ ഉണ്ടാകുന്ന ചിന്ത അവർക്കില്ല. അല്ലാത്തവർക്ക് മൃത്യു ഉണ്ടാകും എന്നൊരു ഭയം എപ്പോഴും കൂടെയുണ്ട്. മറ്റുള്ളവർ സംസാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ഈ ബാഹ്യമായ സംഗമത്തെ ഉപേക്ഷിച്ച്, വിഷയങ്ങളോടുള്ള ബാഹ്യമായ സംഗമത്തൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവരെ വിഷയസുഖങ്ങൾ ഏറെക്കുറെ അനുഭവിച്ചു കൊണ്ടാണ് കഴിയുന്നത്. കാരണം അവരെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, പ്രാണനെ ആശ്രയിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓരോ കാഴ്ചകൾ കാണുന്നു, കേൾക്കുന്നു, സ്വാദനുഭവിക്കുന്നു എന്നിങ്ങനെ അവരെ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവരെ വാസ്തവത്തിൽ അങ്ങയുടെ ശരിയായ തത്വം അറിയുന്നവരല്ല എന്ന് ആദ്യത്തെ 2 വരി സ്ഥാപിക്കാം. വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ യതികളാണെങ്കിൽ പോലും യതയഃ ഹൃദി കാമജഡാഹ യതി ന സമുദ്ധരന്തി,
യതികൾ കാമജടന്മാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും അതിൽ നിന്നും ഉയർച്ച ഉണ്ടാവുകയില്ല. യതികളാണ് സംയമം സാധിച്ചവരാണ്, അടക്കം സാധിച്ചവരാണ്. പക്ഷേ അവര് ഭഗവാന്റെ ഭജിക്കുന്ന മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്നവരാണ്, ബാഹ്യമായ സംഗമങ്ങളൊക്കെ ഉപേക്ഷിച്ചവരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരെ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവരായി തീർന്നാൽ അവർക്ക് യഥാർത്ഥമായ ഈ ആത്മതത്വത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് രണ്ടിടത്തും ഇഹത്തിലും പരത്തിലും സുഖമില്ല. ഉഭയതോപി അസുഖം, രണ്ടിടത്തും ഇവിടെയുമില്ല അവിടെയുമില്ല. അതുകൊണ്ട് അവരെ ആ ചിന്ത ഉള്ളിലുള്ളിൽ വെച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ വീണ്ടും അനേക നീചയോനികളിൽ ജനിച്ച് പിന്നെ മരിച്ച് ദുഃഖത്തെ തന്നെ പ്രാപിക്കുന്നു എന്ന് കാണിച്ച് അവരെക്കുറിച്ചാണ് ദുഃഖിക്കേണ്ടത്. കാമങ്ങൾ ദോഷസ്ഥാനങ്ങളാണെന്നറിയാതെ ഗുണസ്ഥാനങ്ങളാണെന്ന് കരുതി ആരാണോ വിഷയങ്ങളെ കാമിക്കുന്നത്, അപ്പൊ വിഷയങ്ങളെ കാമിക്കുമ്പോൾ അതിനുള്ള മാനസികാവസ്ഥയാണ് അവിടെ പ്രബലമാകുന്നത്. ഈ വിഷയങ്ങൾ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ വിഷയങ്ങളെ അനുഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദുഃഖാവസ്ഥ പ്രാപിക്കുകയില്ല. അതാണ് സംയമം സാധിച്ച് ഋഷിമാരാണെങ്കിൽ പോലും അവര് ഇന്ദ്രിയങ്ങൾ കൊണ്ട് താൽക്കാലികമായ വിഷയത്തെ അനുഭവിക്കുമ്പോൾ ഇതൊന്നും അനുഭവമാണ് എന്നുള്ള വിചാരമില്ലാതെ കണ്ടുപോയാൽ അപ്പം സാധാരണ യതികളെക്കാൾ കുറച്ചുകൂടി ഉയർന്നു പോകുന്ന പരമഹംസന്മാരുടെ ഗതിയിലേക്ക് തന്നെ പോയെങ്കിലേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ. അത് ഉണ്ടാകാത്തിടത്തോളം കാലം യഥയോപി യതികള് സമുദ്ധരന്തി, അവർക്ക് സംസാരത്തിനും ഉയർച്ച ഉണ്ടാവില്ല. അവരും എന്തുണ്ടാകും? ജനനമരണങ്ങളെ കടിമപ്പെട്ട് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഇവിടെ തന്നെ കഴിഞ്ഞുകൂടെയുള്ളൂ. അതുകൊണ്ട് വിഷയസമ്പാദ്യത്തിന് വേണ്ടി ചെയ്ത പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും ഫലാനുഭവത്തിന് വേണ്ടിയിട്ട് ജനനമരണങ്ങളാകുന്ന സംസാരത്തിൽ നിന്നും പൊങ്ങാതെ വീണ്ടും വീണ്ടും അതിൽ കടന്ന് ദുഃഖിക്കുന്നു എന്നുള്ള വേദത്തിന്റെ ലക്ഷ്യം ഇവിടെ കാണിക്കാം. വേദം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ സംസാരത്തിൽ കിടന്ന് കറങ്ങാനല്ല നിങ്ങൾക്ക് മനുഷ്യജന്മം തന്നത്. അതുകൊണ്ട് നിങ്ങൾ വിരക്തി സമ്പാദിച്ചവരാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഭക്തിയുള്ളവരാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഈ വിരക്തിയും ഭക്തിയും ജ്ഞാനവും ഒക്കെ സമ്പാദിച്ചിട്ടും ഈ പ്രപഞ്ച ജീവിതത്തിന്റെ അടക്കാനാവാത്ത അനിവാര്യതകളെ അനുഭവിച്ചു കൊണ്ടല്ലേ ജീവിക്കുക. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നമ്മെ ബാധിക്കാതിരിക്കണം. ഞാൻ ശ്വസിക്കുന്നു എന്നൊരു ആത്മാനുഭവബോധമില്ലാതെ ശ്വസിക്കാൻ പറ്റണം. ഞാൻ കാണുന്നു എന്നുള്ള കാഴ്ചയുടെ അനുഭവത്തെ എന്നെ ബാധിക്കാത്ത മട്ടിൽ കാണാൻ പറ്റണം. ഞാൻ ഭക്ഷണം കഴിക്കുന്ന കൊണ്ട് ഞാൻ തളരില്ല എന്നൊരു ബോധം ഉപേക്ഷിച്ച് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ യതിമാർ ഇവിടെ ജീവിച്ചുകൊണ്ട് പ്രാപഞ്ചിക അനുഭവ തലങ്ങളെ തൻ്റേതാണെന്നുള്ള മട്ടിൽ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ ആ യതികൾക്ക് പോലും സംഭവിക്കുന്നത് ജനനമരണങ്ങളാണ്. പിന്നെ മറ്റുള്ള കാര്യം പറയാനില്ലല്ലോ. യതികളെ പോലെ നമ്മളും ചിലപ്പോൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ച് ഹാവു എനിക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ട്, എനിക്ക് വിരക്തി ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ജ്ഞാനം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അഭിമാനിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോഴും അവരുടെ അവശ്യമായ കാമഗതികളെ അനുഭവിക്കുമ്പോൾ ഇതെനിക്ക് ആശ്വാസമായി എന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഹാവു വയറു നിറഞ്ഞു സുഖമായി എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ യതികളാണെങ്കിൽ പോലും
അവർക്ക് സംസാര ബന്ധനം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവാതെ ഉണ്ടാകും. യതിന സമുദ്ധരന്തി യതയോ ഹൃതി കാമജടാം ദുരധികമോ സതാം ഹൃതികതോ അസ്മൃതകണ്ഠമണി. കഴുത്തിലെ മണികൾ തിരിച്ചറിയാൻ മേലാത്തതുപോലെയാണ് അവർ. കഴുത്തിൽ കിടക്കുന്ന രത്നത്തെ മറന്ന് അയാൾ രത്നം അന്വേഷിച്ച് പലയിടങ്ങളും സഞ്ചരിച്ചു പോകുന്നത് കൊണ്ട് ഒട്ടും ക്ലേശിക്കാതെ കഴുത്തിൽ കിടക്കുന്ന മണി കണ്ടുകിട്ടിയ സന്തോഷത്തെ അനുഭവിക്കാൻ സാധിക്കാതെ അവൻ അലഞ്ഞു ദുഃഖിക്കുന്ന ഒരു ഭൗതിക ജീവിയോട് തുല്യനാകും. ആരെ? യതിമാർ. കഴുത്തിലുള്ള രത്നം, പക്ഷെ കഴുത്തിലെ രത്നം രത്നമാണെന്ന് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് രത്നം എവിടെ എന്ന് ചോദിച്ച് നാട് നീളെ അന്വേഷിച്ച് നടക്കാം. നമ്മുടെ ഉള്ളിലുണ്ട്, കയ്യിലുണ്ട്, നമ്മൾ അതാണ്. പക്ഷെ ആ അനുഭവം ഉണ്ടാവാത്തത് കൊണ്ട് നമ്മൾ അതിനെ അന്വേഷിച്ച് വീണ്ടും വീണ്ടും പായുകയാണ്. സാധാരണ രീതികൾക്ക് ഇങ്ങനെയാണ്. പിന്നെ സാധാരണക്കാരുടെ കാര്യം എന്താ പറയും? പറയാനുമില്ലല്ലോ. അപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഇത്രയൊക്കെ വിചാരിച്ച് ഇതുണ്ടായാൽ പോലും കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുകളിലോട്ട് കടന്നില്ലെങ്കിൽ സംസാരബന്ധനം എന്ന ജനമരണം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് വേദം നമ്മെ പഠിപ്പിക്കാം. അപ്പം ഒന്നും ആയിട്ടില്ല എന്ന് സാരം, അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് സംശയം എന്തോ? അത് വളരെ അത് ശരിക്കും സത്യം തന്നെ. അതെ, അവൻ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അത് കുറച്ചുകൂടി അടി കൊള്ളേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുക. കാരണം കയ്യിലിരിക്കുന്നത് ഒന്നും തിരിച്ചറിയാതെ അത് അന്വേഷിച്ച് നടക്കുകയാണ്. അത് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്, കയ്യിലുണ്ട്. ആത്മബോധത്തിനെ അറിയാതെ എന്നാ പറയാൻ വന്നു. ഉള്ളിലെ ഭഗവാനെ അറിയാതെ കഴുത്തിൽ മണി, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അറിയാതെ കണ്ട് നമ്മൾ അമ്പലങ്ങൾ തോറും നാടുകൾ തോറും വിഗ്രഹങ്ങൾ തോറും ഓടി നടന്ന് കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ളവരുടെയും ഗതി വീണ്ടും വീണ്ടും സംസാരം തന്നെയാണ്. അപ്പൊ അതിൽ നിന്നും പിന്തിരിയണം എന്ന് വേദം ഉദ്ഘോഷിക്കുകയാണ്. അത് പിന്തിരിയാൻ അതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം പിന്തിരിയാൻ, അല്ല പറ്റില്ലല്ലോ. അത് പോയെങ്കിലല്ലേ അറിയൂ. അമ്പലത്തിൽ പോയി കുറെ നാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതല്ല സത്യം എന്ന് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് പ്രതിമാ പൂജ എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയും. ആദ്യത്തെ ഘട്ടമാണ് പ്രഥമയെ പൂജിച്ച് വിഗ്രഹ പൂജയിൽ കൂടി സ്വീകരിച്ചു പോകുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല, അതിൽ കൂടി സഞ്ചരിച്ചു പോകണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കടക്കുമ്പോൾ വിഗ്രഹത്തിൽ കണ്ട ഈശ്വര സത്ത തന്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിയും. പക്ഷെ നമ്മൾ അവിടെ വിട്ടങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സ്റ്റെപ്പിലോട്ട് കയറും. പിന്നെയും നമ്മൾ അതിലോട്ട് തള്ളിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയാലും ഉള്ളിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. അപ്പം എന്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഞാനും ഈശ്വരനാണ് വേറെ ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും കയറിയിട്ട് അത് ഞാൻ തന്നെയാണെന്ന് ഉറപ്പിക്കണം. അപ്പോഴേ കിടക്കുന്ന രത്നം ഇത് തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതാണ്ട് വേദസ്തുതി സമാപിക്കാൻ പോവാണ്. തത്വമസിയിലേക്ക് നമ്മെ എത്തിച്ചിട്ട് ഉപസംഹരിക്കാൻ പോവാണ്. എത്ര വിദഗ്ധമായിട്ടാണ് വിഷയത്തെ കൊണ്ടുവന്നിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അത് സാധാരണക്കാരെ എന്താണ്, അമ്പലങ്ങളിലൊക്കെ പോയി കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തീർത്ഥാടനമൊക്കെ ചെയ്ത് ആയി എന്ന് വിചാരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേണ്ടെന്ന് പറയുകയല്ല, അതുകൊണ്ട് മാത്രമായില്ല എന്ന് വിചാരിക്കാൻ വേണ്ടിയാണ്. അതിനെ നിഷേധിക്കലല്ല. അത് ആദ്യത്തെ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. സ്റ്റെപ്പുകൾ വെച്ചത് മുകളിലോട്ട് കയറാനാണ്, അവിടെ നിൽക്കാനും താഴോട്ട് ഇറങ്ങാനും അല്ല എന്നൊരു അവബോധത്തോടെ വേണം ഈ സോപാനത്തെ ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് അസുദൃപയോഗിന ഉഭയതോപി അസുഖം. അസുദൃപയോഗികൾക്ക് രണ്ടിടത്തും ഒഫേ ഉള്ളൂ. ഇവിടെ അത്രയേ ഉള്ളൂ, പരലോകത്തും അത്രയേ ഉള്ളൂ. ഭഗവൻ
അനപഗത അന്തകാത്, അനപഗതനായ അന്തകനിൽ നിന്നും അനധിരൂഢപദാത് ഭവതഃ, അങ്ങയുടെ പദത്തെ പ്രാപിക്കാത്തത് കൊണ്ട്, അറിയപ്പെടാത്ത പദത്തോടുകൂടിയ അങ്ങയിൽ നിന്ന് അങ്ങയെ പ്രാപിക്കാത്തത് കൊണ്ട് അകന്നുപോകാത്ത മൃത്യു വന്നുകൊണ്ടേയിരിക്കും. മൃത്യുഭയം വിട്ടുപോവില്ല. അതും കൂടി വിടണം. പാമ്പ് പഴം പൊഴിക്കുന്നത് പോലെയാണ് ഞാൻ പോകുന്നത് എന്ന് വിചാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അങ്ങനെ വന്നാൽ സുഖദുഃഖ രൂപമായ ഈ ഹൃദയത്തിൽ ഇരിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. സുഖദുഃഖ സ്വരൂപമാണ് ഹൃദയം. അതിലുള്ള രൂപം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള രൂപത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അജ്ഞാനവാസനകളെ ഹൃദയത്തിൽ ധരിക്കുന്നവർക്ക് അങ്ങ് ദുർലഭനാണ്. അതുകൊണ്ടാണ് കഴുത്തി കിടന്ന മണിയെ തിരിച്ചറിയാതെ പോയത്. അതൊരു കഷ്ടമാണല്ലോ. രാഗാവേശം കൊണ്ട്, ഭൗതിക വസ്തുക്കളുള്ള രാഗാവേശത കൊണ്ട് ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുന്ന ചില കപടയോഗികളെ കുറിച്ചാണ് വിസ്തരിച്ച് പറയാൻ പുറപ്പെട്ടത്. ഇന്ദ്രിയപ്രീതി മാത്രം ആഗ്രഹിക്കുന്ന കപടയോഗികൾക്ക് ഇവിടെയും സുഖമില്ല, അവിടെയും സുഖമില്ല. ദേഹധർമ്മമാണ് സ്വധർമ്മം എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്ന അവർക്ക് മരണഭയം ഏതു സമയത്തും അവരെ വിട്ടുമാറില്ല. അവർക്ക് പരലോക സുഖവും ലഭിക്കില്ല. ബാഹ്യവേഷത്തിൽ സന്യാസവേഷം ധരിച്ച് കാണാം. സന്യാസികൾക്ക് വിധിച്ചിരിക്കുന്ന മാർഗങ്ങളിൽ സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ എത്താത്ത സന്യാസിമാരെയാണ് കപട സന്യാസികൾ. നോക്കൂ, വേദം അന്നു മുതലേ ഇവരെ കുറിച്ച് ശരിക്കും വിമർശിക്കുന്നുണ്ട്. കൂടുതലും അത് തന്നെയല്ലേ നമ്മൾ ഇന്നും കാണുന്നത്. കൂടുതലും 99% അതാ കാണുന്നത്. ബാഹ്യ വേഷം ഉണ്ടെന്നല്ല അല്ലാതെ ആന്തരികമായിട്ടുള്ള ആ ട്രാൻസ്ഫോർമേഷൻ വളരെ വളരെ കുറവ്. അങ്ങനെയുള്ള കപട സന്യാസികളെ കൊണ്ട് നിറയുകയാണ് വാസ്തവത്തിൽ. അതെ, അതിനെതിരെയാണ് വേദം ഒന്ന് പറയാൻ പറഞ്ഞിട്ടത്. അത് സന്യാസിമാരെ അടച്ചാക്ഷേപിക്കലല്ല. സന്യാസവേഷം ധരിച്ചാലും സന്യാസികൾക്ക് വിധിച്ചിരിക്കുന്ന മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു പോകാത്തവർ, അവര് ധനധാന്യാദികൾ സമ്പാദിക്കാൻ വേണ്ടി നന്നെ ക്ലേശപ്പെടുകയാണ്. സന്യാസിമാരൊക്കെ അങ്ങനെയല്ലേ? കാശുണ്ടാക്കണം, ധനം വേണം, സമ്പത്ത് വേണം, ധാന്യങ്ങൾ വേണം, സ്ഥാനം വേണം, സമ്പത്ത് വേണം. അതെ, അതുകൊണ്ട് ഇവിടെ സുഖമില്ല. ആന്തരവിരക്തി വരാതെ സന്യസിച്ചത് കൊണ്ട് അങ്ങയുടെ മുമ്പാകെ എത്താതെ, അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാതെയും അവർ അവിടെയും എത്തില്ല, ഇവിടെയും നിൽക്കില്ല. അവരവരുടെ ആശ്രമത്തിന് ഉചിതമായ പ്രവൃത്തി ഉപേക്ഷിച്ച് പരധർമ്മത്തെ ആശ്രയിക്കുന്നുണ്ട് എന്ന് തരം. സ്വധർമ്മയെ ധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന ഗീത. അതുകൊണ്ട് ലോകത്തെ വഞ്ചിക്കുന്ന ഈ ദാംഭികന്മാർ, അഹങ്കാരികൾ, നമുക്കൊരു നല്ലൊരു വാക്കാവേദം ഉപയോഗിക്കും. സന്യാസിമാരെ ഈ ബാഹ്യവേഷം കൊണ്ട് സന്യാസിമാരായിട്ടുള്ളവരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ അങ്ങയെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ട് അങ്ങയിൽ നിന്ന് അവർക്ക് ഭയമുണ്ട്. വേദവാക്യങ്ങളിലെ വിധി നിഷേധങ്ങളെ അതിക്രമിച്ചു പോകുന്നവരായ അവർക്ക് പുണ്യപാപങ്ങൾ ഉള്ളത് കൊണ്ട് പരലോകത്തിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതവർക്കൊരു ഭയമാണ്. അതുകൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കണമെന്നുള്ള തുടർച്ചയായ അജ്ഞാനവാസനകളെ വേരോടെ പറിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച്
അത്രത്തോളം ആകുന്നത് വരെ ഭക്തിയോടെ ഇരിക്കുകയും നിഷിദ്ധ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് സിദ്ധാന്തിക്കലാണ് വേദം ഈ ശ്ലോകത്തെ കൂടി ചെയ്തത്. അസുതർപയോഗിനാം ഉഭയതോപി അസുഖം ഭഗവൻ അനപഗത അന്തകാത് അനധിരൂഢപദാത് ഭവതഃ. അങ്ങയുടെ അനധിരൂഢപദത്തിൽ നിന്നും അവരെ അന്തകനിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖത്തെ അനുഭവിച്ചു കൊണ്ടാണ് ആ കപട സന്യാസികളായ ദാംഭികന്മാര് പോലും ഈ ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്നത്. അവർക്ക് മരണഭീതിയില്ല. അപ്പൊ ഈ സത്വസത് ഭേദാഭേദങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ എന്തായാലും സാധ്യമല്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഉത്ബോധിപ്പിക്കുവാണ്. അതിന് ഉദാഹരണമായിട്ട് ഈ കപട സന്യാസിമാരുടെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ബാഹ്യവേഷം കൊണ്ട് കാര്യമില്ല എന്നുറപ്പിക്കാനാണ്. ബാഹ്യവേഷം കൊണ്ട് കാര്യമില്ല, അതിന്റെ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കണം. അങ്ങനെ ശരിക്കും പൂർവ്വം ഭഗവാനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ ഇത് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതൊന്നും അവിടെയോ ഭക്തിയുടെ പ്രാധാന്യം ഒട്ടും കളയാതെ അവിടെയാണ് ഈ ശ്രുതിഗീതയുടെ വലിയ മഹത്വം. അവിടെയാണ് ഭക്തിയെ കൈവിടാതെ കണ്ട് ഈ ജ്ഞാനത്തെ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന ഒരു യോഗമാണ്. അതായത് ബാക്കിയുള്ള ഈ യജ്ഞകർമാദികളെക്കാട്ടിലൊക്കെ ഭക്തിക്ക് പ്രാമുഖ്യം വീണ്ടും ഒന്നുകൂടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇതൊക്കെ ബാഹ്യമായിട്ട് ചെയ്യുന്ന സന്യാസിമാർക്ക് അപ്പോഴും ഭഗവാൻ അകലത്തിൽ തന്നെയാണ്, അടുത്തല്ല. ഭഗവാനിലുള്ള പൂർണ്ണമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ ആ അടുപ്പം അത് സാധിക്കത്തുള്ളൂ, ഈ ബോധവും ഉണ്ടാകുകയുള്ളൂ എന്ന്. അതെ, ഭാഗവതം സമാപിക്കുന്നത്, ദശമഖ നിസ്കരണം സമാപിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ്. അതെ അതെ, എത്ര കഥകളിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവസാനം വേദത്തെ സംഗ്രഹിച്ച് വേദത്തെയും കൂടെ ഭാഗവതത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ മുന്നിൽ അതിന്റെ ആ ഒരു സംഗ്രഹവും കൂടെ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഭാഗവതത്തിന്റെ ഭക്തി നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകും. നഷ്ടപ്പെടാതെ, അതായത് ലക്ഷ്യം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട്. അതെ അതെ അതെ, പറഞ്ഞ കാരണം ഇത് മനസ്സിലായിരുന്നു. അല്ലാതെ അല്ലെങ്കിൽ ഇതൊന്നും ആരും പറയാനില്ല, കേൾക്കുകയില്ല. ഓ അത് ശരി. അത് തന്നെയല്ലേ സ്വാമി ഇവിടെ പറഞ്ഞേ. കാരണം ബാക്കിയുള്ളവർക്കൊന്നും അതല്ലല്ലോ വേണ്ടത്. സ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ, ബാഹ്യപ്രകടനങ്ങളല്ലേ. ഇപ്പൊ മാത്രമേ ഉള്ളൂ, മരണഭയം ഒട്ടുമില്ല. അല്ല, മരണഭയം ഒട്ടുമില്ല. എത്രയും പോകുന്നത് ഒറ്റ ആശ. അതെ അതെ അതെ, നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ എന്ന് ബോധ്യപ്പെടുകയാണ്. അത് തന്നെ അത് ഏതാണ്ട് കിട്ടിയില്ലേ ഒരുവിധം? ഒരുവിധം കിട്ടി സാർ, കിട്ടി. യതിന സമുദ്ധരന്തി യതയോ ഹൃദികാമജടാം ദുരധിഗമോ ഫതാം ഹൃദിഗതോ സ്മൃതകണ്ഠമണി അഫുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാദനധിരൂഢവദാത് ഭവതഃ. യതിന സമുദ്ധരന്തി യതയോ ഹൃദികാമജടാം ദുരധിഗമോ ഫതാം ഹൃദിഗതോ സ്മൃതകണ്ഠമണി അഫുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാത് അനധിരൂഢവദാത് ഭവതാം. യതിന സമുദ്ധരന്തി യതയോ ഹൃദികാമജടാം ദുരധിഗമോ ഫതാം ഹൃദിഗതോ സ്മൃതകണ്ഠമണി അഫുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാദനധിരൂഢപദാത് ഭവതാം. ചുമ്മാ വായിച്ചു പോകാൻ നമ്മള് ഒരു വാക്കുപോലും അറിഞ്ഞുകൊണ്ടല്ല വായിച്ചു പോകുന്നത് പലപ്പോഴും. ഇനിയും നമ്മൾ ഈ ശ്ലോകം എവിടെയെങ്കിലുമൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കിത് സാമാന്യബോധം ഇതിനെക്കുറിച്ച് ഉണ്ടായിക്കൊണ്ട് വായിച്ചു പോകാൻ പറ്റും. അപ്പോഴാണ് വായനയുടെ പൂർണ്ണ ഫലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇങ്ങനെ പല പ്രാവശ്യം വായിക്കുമ്പോൾ സാറി പറഞ്ഞതൊക്കെ ആ സ്മൃതിയിലേക്ക് വരുമ്പോൾ
കുറച്ചെങ്കിലും അതിലോട്ടൊന്ന് കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഈ അധ്യായം വായിച്ചു തീർക്കാൻ 6-7 മിനിറ്റ് കൊണ്ട് വേഗം വായിച്ചു തീർത്ത് കഴിഞ്ഞു അത് തീർന്നു. ഒന്നും ഇതെന്നും വായിക്കുന്നുണ്ട്. ഒരു എന്നും പ്രയോജനവും ഞാൻ വായിക്കുന്നുണ്ട്. ഒരു പ്രയോജനമില്ല. ഞാൻ എന്നും വായിക്കുന്നുണ്ട്. എന്നും ഇനിയും വായിക്കുമ്പോ കുറച്ചുകൂടി നമ്മൾ അതിലേക്കൊന്ന് കടന്നിട്ട് വായിക്കും. ഇപ്പം മനസ്സിലായിട്ടുണ്ട്. കുറച്ച് മനസ്സിലായിട്ടുണ്ട്. അത് മതി. കുറച്ച് ഇത് എന്നും ഡെയിലി വായിക്കുന്നുണ്ട്. ഓ ഇത് സുധീരെ, എനിക്ക് 6-7 മിനിറ്റ് മതി ഇത് വായിക്കാൻ. അത്രയും മതി ഇത് മുഴുവൻ. അത്രേ ഉള്ളൂ. സപ്താഹങ്ങളൊക്കെ 6 മിനിറ്റ് കൊണ്ട് വേഗം വായിച്ചു തീർത്ത് പോവേ ഉള്ളൂ. കാരണം അവരൊരു വഴിപാടെന്നോണം ചെയ്ത് തീർക്കുകയല്ലോ. അവരൊരു വഴിപാടെന്നോണം അങ്ങ് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. അതെന്നെ വഴിപാട് എന്ന് ഞാൻ ഇത് മുഴുവൻ വായിക്കും. ഈ തുളി മുഴുവൻ വായിക്കും. തുളി കാലത്തെ തുളി മുഴുവൻ വായിക്കും. കുന്തിത്തുളി മുതൽ തുടങ്ങുന്ന കുന്തിത്തുളി മുതൽ. ഇത് ഇന്ന് 2 പിന്നെ ഈ മാർക്കണ്ടേയൻ്റെയും ഒരെണ്ണം ഋഷികളുടെ 2 കാര്യം തീരും 4 അതുപോലെ തുളി തീരും. അത്രയും വായിച്ചു തീർക്കും. ശരി, അതെ, എന്നും അത് വായിക്കും. ഭഗവത്ഗീത എന്നും വായിക്കും. എന്നും സമയമുണ്ട് ഇഷ്ടം പോലെ വായിക്കാം. 1.5 മണി ഭഗവത്ഗീത വായിക്കാൻ. അത് ശരി. നല്ല വഴി കൂടിയാണല്ലോ സഞ്ചരിക്കുക. ഒരു കുഴപ്പമില്ല. ഇനി അതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അനുഭവമാകും. സാറിന്റെ മറ്റേ ബുക്ക് ഭഗവത്ഗീത ബുക്കിൽ ശ്രുതി ഇത് കിട്ടിയല്ലോ. ഇത് കിട്ടിയില്ലേ? മറ്റേ കിട്ടിയ സാർ തന്നെ എല്ലാം തന്നിട്ടുണ്ട്. അതിൽ നിന്നിപ്പം ഈ ഇത് ജ്ഞാനപ്പാണ് മാത്രം അവിടെ ബഹറിൽ കൊടുത്തിട്ട് പോകുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് മേടിക്കാം. പിന്നെന്താ? എന്നാ ഉപസംഹരിച്ചാലോ ഇന്നത്തെ? ഞാനിപ്പോ അങ്ങോട്ട് ഇട്ടേക്കാം. അത് 3-4 വരി ആമൊക്കെ എഴുതിയിട്ട് വേറൊരു ഒരെണ്ണം കയ്യിലിരിപ്പുണ്ട്. അത് അങ്ങോട്ട് ഇട്ടേക്കാം. 1/2 മണിക്കൂറിന് നേരാണ്. ഉപസംഹരിക്കാം സാർ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. ഇനി 2 ശ്ലോകം കൂടെ ഉള്ളൂ. അടുത്ത ഒരു ദിവസം നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ നാളായി തീർന്നിട്ടല്ലേ? പക്ഷേ